വന്ദേ മൂന്നേര് ഇടയ്ക്ക് പൊട്ടി പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് പൊട്ടി പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇടയ്ക്ക് പൊട്ടി പാടി കഴിഞ്ഞപ്പോൾ സോപാന ശൈലിയിൽ പാടിയത് കൊണ്ട് മാത്രമാണ് അത്. അല്ലാണ്ട് വന്ദേ മുകുന്ദരെ സോപാന സംഗീതമല്ല. അല്ല, ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ എനിക്ക് ഇതുള്ള ഞാനത് ഒരു 4 വരി പാടാം. വന്ദേ മുകുന്ദരെ സോപാന സംഗീതം എന്നുള്ള ആ ഒരു ലെവലിലേക്കല്ല, അതിൻ്റെ ആ ഒരു മട്ടിലത് പാടിയതുകൊണ്ട് മാത്രമാണ് ജനങ്ങളിലേക്ക് വന്നത്. വന്ദേ മുകുന്ദരെ അത് എടുത്തു പറയാണ്ട് പോയ വന്ദേ മുകുന്ദരെ ജനങ്ങളിലേക്ക് വന്നുകൊണ്ടല്ല സോപാന സംഗീതം വളർന്നത്. സോപാന സംഗീതം വളരാനുള്ള കാരണം അതിന് കുറച്ച് രാഗങ്ങളും അതേപോലെ ആലാപന ശൈലികളെ കുറേശ്ശെ മാറ്റി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് വന്നത്, ക്ഷേത്രത്തിന് പുറത്തേക്ക്. പണ്ട് ക്ഷേത്രങ്ങളിൽ പൂജാതി കാര്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ രാഗത്തിലുള്ള മാറ്റങ്ങൾ, അതിൻ്റെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നത്. പാർവതി പരമേശ്വര ജയ പാഹി പാഹി ദയാ നിധേ ജയ പാഴുതീർത്തന്നിൽ പാദരകുവാൻ പാരം വൈകരുതീശ്വര ജയ. നമസ്കാരം. സോപാന സംഗീതത്തിൽ പ്രാവീണ്യം നേടിയ കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് 30 പറവൂർ പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ഏകദേശം 28ഓളം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ അരങ്ങേറ്റം നടക്കുകയാണ്. ഈ സമയത്ത് ഈ സോപാന സംഗീതത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അദ്ദേഹം നമ്മളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം. നമസ്കാരം. 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 ഇപ്പോൾ ഈ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല പല സംഭവങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് പല സോപാന സംഗീതം ജനങ്ങളെ കൂടുതൽ എത്തിയെന്ന് നമുക്ക് തോന്നുന്നു. ക്ഷേത്രത്തിന് പുറമേ നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ അകത്ത് മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു കല ഇപ്പോൾ വ്യാപകമായിട്ട് ഇതിൽ ഒരുപാട് ആളുകൾക്ക് എത്തിക്കാനായിട്ട് താങ്കളെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. എത്രത്തോളം ഈ ഒരു സമയത്ത് സന്തോഷമുണ്ട് പുതിയൊരു 28 ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു? ഒരുപാട് സന്തോഷമാണ്. കാരണം പണ്ട് ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ ക്ഷേത്ര അടിയന്തരാദി കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന, അതായത് ഭഗവാനെ സേവിക്കാൻ, മൂർത്തിയെ സേവിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊട്ടിപ്പാടിയിരുന്ന ഈ ഒരു സോപാന സംഗീത ശാഖയെ ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിക്കുവാനായിട്ട്, അതായത് ഇത് പഠിക്കുവാനും ഇതിനെക്കുറിച്ച് അറിയുവാനായിട്ട് ഒരുപാട് പേര് ഇതിലേക്ക് വന്നു എന്നുള്ളതിന് അത്ര സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഓരോ ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിക്കുവാനും അതിൻ്റെ വികസിപ്പിച്ചെടുക്കുന്നതിനായിട്ട് ഉള്ള രാഗമാറ്റങ്ങളും എല്ലാം ഈ ഒരു സോപാന സംഗീത ആ ശാഖയെ വളർത്തിയെടുക്കാനായിട്ട് ഏറെ ഉപകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും എൻ്റെ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത്, അത്രയും സന്തോഷത്തോട് പറയുന്നു, പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, അതായത് സോപാന സംഗീതത്തിന് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളോടുകൂടി ചെയ്യേണ്ടുന്ന, ക്ഷേത്രത്തിൽ പൂജയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ സോപാന സംഗീതം അവതരിപ്പിക്കുമ്പോൾ ഇന്ന രീതിയിൽ വേണമെന്ന്, അങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ള രീതി നമ്മുടെ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ശിഷ്യരെയും പഠിപ്പിച്ച് അവരെ ഈ രംഗത്തേക്ക് ഇറക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് അത്രത്തോളം അഭിമാനിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അഭിമാനിക്കാവുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച് ഇപ്പോൾ ഇത് ഈ ഒരു അരങ്ങേറ്റം എന്ന് പറയുന്നത് 3ാം ബാച്ചിൻ്റെ അരങ്ങേറ്റമാണ്. അതായത് ആദ്യം ഒരു 9 പേര്, 2 വർഷം മുമ്പ് ഒരു 21 പേര്, ഇപ്പോൾ 28 പേരും പഠിച്ച് അതിൻ്റെ ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെ പഠിച്ചിറങ്ങുന്ന ഒരു ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആധികാരികമായിട്ട്, അതായത് അതിൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടി പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവരെ പഠിപ്പിച്ച് ഭഗവാന്റെ മുമ്പിൽ സേവിക്കാനായിട്ട് നിർത്തുക എന്ന് പറയുന്ന എത്രയും അഭിമാനമായിട്ട് കാണുന്ന ഒരു സന്ദർഭമാണത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇടയ്ക്കയുടെ ഇതിൻ്റെ ഒരു ശാസ്ത്രമുണ്ടല്ലോ, ചരിത്രമുണ്ടല്ലോ, ഇതൊന്നും ജസ്റ്റ് ഒന്ന് വിവരിക്കാൻ സാധിക്കും? ജസ്റ്റ് പറയാം. പെട്ടെന്ന് പറഞ്ഞാൽ, അതായത് ഇടയ്ക്കയുടെ ഈ ഒരു ഭാഗങ്ങൾ, അതായത് ദൈവികമായിട്ടുള്ള പരിവേഷം കൂടുതലായിട്ട് കാണുന്നൊരു വാദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ഈ പൊടിപ്പ്, ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗം പൊടിപ്പുകൾ എന്ന് പറയണേ, അതായത് 64 എണ്ണം ചേർന്നതാണ് ഈ പൊടിപ്പുകളുടെ ഈ ഇടയ്ക്കയിലുള്ളത്. ഈ 64 എണ്ണം 64 കലകളെ
പ്രതിനിധാനം ചെയ്യുന്നു. ഈ പൊടിപ്പുകൾ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ജീവക്കോൽ എന്ന് പറഞ്ഞ 4 കോലുകളിലാണ്. ഈ ജീവക്കോലിന് 4 വേദങ്ങളായിട്ടും ഈ 2 വട്ടം ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഒരു സങ്കല്പം, ഈ വട്ടത്തേലുള്ള ഈ ചരട് കോർക്കുന്ന ഈ 6 ദ്വാരങ്ങൾ, ഈ 6 ദ്വാരങ്ങളല്ല 6 ശാസ്ത്രങ്ങളായും, അതേപോലെ ഇതിൻ്റെ ഈ കമ്പന ശബ്ദത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു ഈറ കെട്ടി, കുറ്റിയിൽ ഒരു ഈറ കെട്ടിയിട്ടുണ്ട്. അതിന് ആ ഒരു ഈറ കെട്ടിയിട്ടുണ്ട്. ആ ഒരു 2 ഭാഗങ്ങളും ഇങ്ങനെ എല്ലാം ഒരു 64 കലകൾ, 4 വേദം, 6 ശാസ്ത്രങ്ങൾ, ഇതെല്ലാം ചേർന്ന് ഈ ഇടയ്ക്ക് പൂർണ്ണ രൂപത്തിലാവുമ്പോൾ അതിനൊരു ദൈവികമായ പരിവേഷം കൂടുതലായിട്ട് വരുന്നു. ഇതെല്ലാം ഈ ഇടയ്ക്ക് കോർത്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ദൈവികതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇടയ്ക്ക് കോർത്ത് കഴിഞ്ഞാൽ അത് നിലത്ത് വയ്ക്കാറില്ല. അതിങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ തൂക്കിയിടുകയോ മതി. ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം എത്തിക്കഴിഞ്ഞാൽ നിലത്ത് വയ്ക്കാറില്ല. ഇത് നിലത്ത് വയ്ക്കണമെങ്കിൽ ഇതെല്ലാം അഴിച്ച് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് മാത്രമേ പാടുള്ളൂ. ഈ ദൈവിക പരിവേഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പരമ്പരാഗതമായിട്ടിത് നമ്മൾക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കുന്നൊരു കലയായിരുന്നു ഇത്. ഇതിൽ അല്ലെങ്കിൽ പുറത്തേതെങ്കിലും ആശാനെ കണ്ട് അവിടെ നിന്ന് ദീക്ഷ സ്വീകരിച്ച് പഠിച്ചതാണ്? പാരമ്പര്യം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പാരമ്പര്യം പറയാൻ പറ്റണില്ല. കാരണം ഞാൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ വാര്യർ സമുദായത്തിലെ ആളാണ്. കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ എന്നാണ് എൻ്റെ പേര്. വാര്യർ സമുദായവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണ് എൻ്റെ വീട്ടിലുമുള്ളത്. ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം കണ്ടു വളർന്ന് എനിക്ക് ഇതിനോടൊരു താല്പര്യം തോന്നി. ഞാൻ ഗുരുനാഥന്മാരെ സമീപിച്ച് ആദ്യമായിട്ട് എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത് തായമ്പ കൊട്ടിക്കൊണ്ടാണ്. എൻ്റെ ആദ്യ ഗുരു ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ. അദ്ദേഹം എനിക്ക് തായമ്പക പറഞ്ഞു തന്ന് എൻ്റെ അരങ്ങേറ്റം നടന്നു. അതിനു ശേഷം കാവിൽ വിജയമാരാർ എന്ന് പറയുന്ന ഒരു വലിയൊരു അദ്ദേഹത്തിൻ്റെ കീഴിൽ പഞ്ചവാദ്യം, തിമല പഞ്ചവാദ്യ അരങ്ങേറ്റം നടത്തി. ആ തിമല പഞ്ചവാദ്യ അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ വേദികളിൽ പഞ്ചവാദ്യത്തിനും തായമ്പയ്ക്കും മേളത്തിനുമൊക്കെ ആയിട്ട് പോകാറുണ്ട്. ഈ പഞ്ചവാദ്യം കൊട്ടുമ്പോഴാണെങ്കിലും തിമല കൊട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇടയ്ക്ക കൊട്ടുന്ന ഇടയ്ക്കയിലെ സംഗീതം. അതൊക്കെ എനിക്ക് ഇത്തിരി കൂടുതലായിട്ട് അതിനോടൊരു അടുപ്പം തോന്നാൻ ഒരു ചിന്തയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രീ ഡിഗ്രി പഠനത്തിനൊക്കെ ശേഷം വക്കം ക്ഷേത്രകലാപീഠത്തിൽ ക്ഷേത്ര അടിയന്തരാദി കാര്യങ്ങളും മുഴുവൻ അഭ്യസം, അതായത് ക്ഷേത്രകലകൾ എന്തൊക്കെയാണോ, ചെണ്ട, തിമല, ഇടയ്ക്ക, മദ്ദളം, കൊമ്പ്, കളമെഴുത്ത്, പാണി, സോപാന സംഗീതം എല്ലാം അവിടെ പഠിപ്പിക്കുന്നതാണ്. 3 വർഷത്തെ കോഴ്സാണ്. അങ്ങനെ ഞാൻ അവിടെ ആ ഒരു കോഴ്സിന് ചേർന്ന് ഈ അടിയന്തരാദി കാര്യങ്ങളെല്ലാം വളരെ പ്രഗത്ഭരായ അധ്യാപകന്മാരിൽ നിന്ന്, അത് എടുത്തു പറയത്തം പാഴൂർ ദാമോദരമാരാർ, സദനം ദിവാകരമാരാർ, പുലിപ്ര കൃഷ്ണൻകുട്ടി ആശാൻ, ചേർത്തല പുതുശ്ശേരി രാഘവക്കുറുപ്പ് ആശാൻ, ശങ്കരനുണ്ണി ആശാൻ, ഇവരുടെ എല്ലാം കീഴിൽ ഈ വക കാര്യങ്ങളെല്ലാം അഭ്യസനം നടത്താനായിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതെല്ലാം. കാരണം അത്രയും വലിയ ഗുരുനാഥന്മാരുടെ കീഴിലാണ് എനിക്കത് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ സോപാന സംഗീതത്തിൽ ചേർത്തല രാഘവക്കുറുപ്പ് ആശാൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, ചേർത്തലയാണെങ്കിലും പുതുശ്ശേരി രാഘവക്കുറുപ്പ് ആശാൻ, പുലിപ്ര കൃഷ്ണൻകുട്ടി ആശാൻ അഷ്ടപതി, കൂടാതെ ഈ ക്ഷേത്രകലാപീഠത്തിലെ പഠനത്തിന് ശേഷം തൃക്കാമ്പരം കൃഷ്ണൻകുട്ടിമാരാർ എന്ന ഗുരുനാഥൻ്റെ കീഴിൽ സോപാന സംഗീതം തുടർന്ന് പഠിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. എത്ര വർഷം ഇത് അഭ്യസിക്കാൻ തുടങ്ങിയത്? എത്ര വർഷം തുടങ്ങിയത് എൻ്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ വക്കം ക്ഷേത്രകലാപീഠത്തിൽ പോകുന്നത്. അവിടുത്തെ 3 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ പഠനം എന്നായാലും തീരുന്നില്ല. പിന്നീടാണ് തൃക്കാമ്പരം കൃഷ്ണൻകുട്ടി ആശാന്റെ കീഴിൽ ഒരു ഉപരിപഠനം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം കുറച്ച് കഥകളി സംഗീതം പഠിക്കാൻ ഒരവസരം കിട്ടി. ഇതെല്ലാം ഈ ഒരു സംഗീത ശാഖയെ വളർത്തുന്നതിലേക്ക് എനിക്ക് അത്രത്തോളം ഒരു ഉപകാരമായിട്ട് തീർന്നു. അങ്ങനെ ആ ഒരു ചുവട് പിടിച്ച് അപ്പോൾ സംഗീതത്തിനോടുള്ള ബന്ധവും ഇടയ്ക്കയോടുള്ള ഒരു അത് അതിനെ സമീപിക്കാനുള്ള ഒരു സന്തോഷമല്ല ഈ ഒരു രംഗത്തേക്ക് കൂടുതലായിട്ട് വരുവാനും അതിലൂടെ നമുക്ക് ഈ ഗുരുനാഥന്മാരുടെ കീഴിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് അവരുടെ അഭ്യസനത്തിൻ്റെ നമുക്ക് പകർന്നു തന്ന അറിവുകൾ അത്രയും വലുതായതുകൊണ്ട് നമുക്കിത് തിരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും അവർ തരുന്നുണ്ട്. അത്രയും അഭിമാനത്തോടുകൂടി പറയാം. എല്ലാവർക്കും ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രവർത്തിക്കാൻ പറ്റും, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും എങ്കിൽ തന്നെയും ഒരാൾക്ക് ഇത് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അതെന്തായാലും
ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് എന്തായാലും ഇത്രയും നാളും പറ്റുന്നുണ്ട്. നാളെയും ഇതിലും കൂടുതൽ ആൾക്കാർക്ക് ഇത് പകർന്നു കൊടുക്കുവാനും അവരെ ഭഗവാനിലേക്ക് എത്തിക്കാനും കഴിയുന്നുള്ളത് ഉത്തമവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. മലയാളികളെ സംബന്ധിച്ച് ഈ ഇടക്ക എന്ന് പറയുന്ന ഈ ഒരു അല്ലെങ്കിൽ സോപാന സംഗീതം എന്നുള്ള കേൾക്കുന്ന സമയത്ത് ഏറ്റവും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ നമ്മുടെ വന്ദേ മുകുന്ദ ഹരേ എന്ന് പറയുന്ന ആ ഒരു ഗാനമാണ്, ആ ഒരു കീർത്തനമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കുട്ടിയൊന്ന് പാടാൻ പറ്റും ഞങ്ങൾ മുന്നിൽ? വന്ദേ മുകുന്ദ ഹരേ എന്നുള്ളത് ഇപ്പോൾ പറയുമ്പോൾ പറയണം, വന്ദേ മുകുന്ദ ഹരേ ഇടയ്ക്ക് പൊട്ടി പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് പൊട്ടി പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇടയ്ക്ക് പൊട്ടി പാടി കഴിഞ്ഞപ്പോൾ സോപാന ശൈലിയിൽ പാടിയത് കൊണ്ട് മാത്രമാണ് അത്. അല്ലാണ്ട് വന്ദേ മുകുന്ദ ഹരേ സോപാന സംഗീതം അല്ല. ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ എനിക്ക് ഇതുള്ള ഞാനത് ഒരു 4 വരി പാടാം. വന്ദേ മുകുന്ദ ഹരേ സോപാന സംഗീതം എന്നുള്ള ആ ഒരു ലെവലിലേക്കല്ല, അതിൻ്റെ ആ ഒരു മട്ടിലത് പാടിയതുകൊണ്ട് മാത്രമാണ് ജനങ്ങളിലേക്ക് വന്നത്. വന്ദേ മുകുന്ദ ഹരേ അത് എടുത്തു പറയാണ്ട് പോയ വന്ദേ മുകുന്ദ ഹരേ ജനങ്ങളിലേക്ക് വന്നുകൊണ്ടല്ല സോപാന സംഗീതം വളർന്നത്. സോപാന സംഗീതം വളരാനുള്ള കാരണം അതിന് കുറച്ച് ഇപ്പോൾ രാഗങ്ങളും അതേപോലെ ആലാപന ശൈലികളെ കുറേശ്ശെ മാറ്റി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് വന്നത്, ക്ഷേത്രത്തിന് പുറത്തേക്ക്. പണ്ട് ക്ഷേത്രങ്ങളിലെ പൂജാതി കാര്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ രാഗത്തിലുള്ള മാറ്റങ്ങൾ, അതിൻ്റെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നത്. ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു 4 വരി, അതായത് ഭഗവാനെ ധരിച്ചുകൊണ്ട് പാടുന്ന ഞാൻ പാടാം. പാർവതി പരമേശ്വര ജയ പാഹി പാഹി ദയാ നിധേ ജയ പാഴുതീർത്തന്നിൽ പാദരകുവാൻ പാരം വൈകരുതീശ്വര ജയ ഏവം നിൻ പാദസേവ ചെയ്യുന്നേൻ പാദം വേർപിടാതാകുവാനായി മേവീടും തിരു കൈലാസം തന്നിൽ അന്ധകാരി നമോസ്തുതേ ജയ വളരെ നന്ദി, ഈ ഒരു വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഈ സോപാന ഗുരുകുലം എന്ന ഈ എൻ്റെ ശിഷ്യരുടെ ഒരു കൂട്ടായ്മ, ഞങ്ങളെല്ലാവരും അതേപോലെ ഇതിൽ പഠിക്കുവാനും ഇനിയും പഠിക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ചേർത്തുകൊണ്ടും ഈ സോപാന സംഗീത ശാഖയെ വളർത്തി വലുതാക്കുന്നതിനായിട്ട് ഭഗവാൻ എന്നും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഇതിനായി എനിക്കൊരു അവസരം തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു.